ഹായ് ഫ്രണ്ട്സ്, ഈ സ്കൂട്ടറിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആകുന്നില്ല എന്നാണ് എൻ്റെ കംപ്ലയിൻറ്റ്. ഇതിൻ്റെ ഈ യൂണിറ്റ് കംപ്ലയിൻ്റ് ആയതാണ്. ഇത് മാറുന്നതിന് ഏകദേശം നമുക്ക് 1000 രൂപയിലും വരും. ഇത് മാറാതെ എങ്ങനെ സിമ്പിളായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് നോക്കാം. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ഈ ബാറ്ററിയിൽ എത്ര വോൾട്ടേജ് ഉണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 12.94 വോൾട്ടേജ് ഉണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോഴും നമുക്ക് 12.86 വോൾട്ടേജ് കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ യൂണിറ്റ് കംപ്ലൈൻ്റ് ആണ്. ഇനിയിപ്പോൾ ഈ യൂണിറ്റ് മാറാതെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കാം. യൂണിറ്റ് നമുക്ക് എത്ര വോൾട്ടേജ് ബാറ്ററിക്ക് ചാർജിങ്ങിന് വരുന്നുണ്ടോ നമുക്ക് ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ഞാനിപ്പോൾ ബാറ്ററിയിൽ നിന്ന് നമ്മുടെ ഒരു കണക്ഷൻ, നമ്മുടെ ഗ്രൗണ്ട് ഊരുകയാണ്. ൂരിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ യൂണിറ്റിന് ഔട്ട്പുട്ട് എത്ര വോൾട്ടേജ് വരുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 4 വോൾട്ടേജാണ് വരുന്ന 4 വേരിയേഷനാണ് 4 വോൾട്ടേജ്. അതുകൊണ്ടാണ് ഈ ബാറ്ററി ചാർജ് ആകാത്തത്. നമുക്കിവിടെ ഒരു ഏകദേശം ഒരു 16 വോൾട്ടേജിലും വേണം, എന്നാലേ ചാർജ് ആകത്തുള്ളൂ. ഇത് യൂണിറ്റ് കംപ്ലൈൻ്റ് ആണ്. ചാർജിങ് പ്രോബ്ലം പരിഹരിക്കാനായിട്ട് നമുക്ക് ആവശ്യമായത് ഒരേ ഒരു സാധനമാണ്. അതിന് ഈ കപ്പാസിറ്റർ. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കപ്പാസിറ്റർ 3300 മൈക്രോവാട്ട് 50 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ്. ഇതുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാർജിങ് പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാം. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്രീൻ വയർ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടും, അതേപോലെ ഈ റെഡ് വയർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയിലേക്കുള്ള കണക്ഷനാണ്, ചാർജിങ് കണക്ഷനാണ്. ഇത് നമ്മുടെ യൂണിറ്റിൻ്റെ കണക്ടറിൽ കാണിച്ചു തരാം. ഈ ഗ്രീൻ വയർ കണ്ടോ, അതേപോലെ ഈ റെഡ്, ഈ 2 റെഡ്, നമ്മുടെ ഈ ഗ്രീൻ വയറിൻ്റെ അവിടെ നമ്മുടെ ക്ലിയർ ആക്കി കാണിച്ചു തരാം. ഈ ഗ്രീൻ വയറിൻ്റെ അവിടെ നമ്മുടെ കപ്പാസിറ്റർ എന്നുള്ള ബ്ലാക്കും, അത് നെഗറ്റീവ് വയറും, അതുപോലെ ഈ റെഡിൻ്റെ അവിടെ കപ്പാസിറ്റർ എന്നുള്ള പോസിറ്റീവ്, അതുപോലെ റെഡ് വയറും കൂടെ കണക്ട് ചെയ്യണം. ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ ബ്ലാക്ക് വയർ ആ ഗ്രീൻ വയറിൻ്റെ അവിടെ കണക്ട് ചെയ്യാം. കുറച്ച് പാടാണ്. കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ റെഡ് വയർ നമ്മുടെ ഇവിടെ ഈ റെഡ് വയറിൻ്റെ ഇവിടെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ കുറച്ച് പാടാണ്, എന്നാലും നോക്കാം. ഞാനിവിടെ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. വണ്ടി ഇപ്പോൾ
നമുക്കിപ്പം 6 യൂണിറ്റ് ഔട്ട്പുട്ടിൽ ഇപ്പോൾ എത്ര വോൾട്ടേജ് വരുന്നു ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പം ഏകദേശം നമുക്കൊരു 5 വോൾട്ടാണ് വന്നുകൊണ്ടിരുന്നത്, 4 വോൾട്ടേജ്. ഇനിയിപ്പോൾ നമുക്ക് കപ്പാസിറ്റർ ഇപ്പോൾ നമുക്ക് എത്ര വോൾട്ടേജ് വരുന്നു ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ 13 വോൾട്ടേജ്, 14, 13 ആ റേഞ്ച് വരുന്നുണ്ട്. കണ്ടോ ആ കപ്പാസിറ്റർ ഇപ്പോൾ കണ്ടോ കംപ്ലൈൻറ്റ് മാറിയത് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യുക. ബാറ്ററിയിലോട്ട് നമുക്ക് ഈ നെഗറ്റീവ് പ്രോ ഒന്ന് കണക്ട് ചെയ്യാം ചാർജിങ്ങിൻ്റെ. ഇനിയിപ്പോൾ ബാറ്ററിയിൽ എത്ര, നേരത്തെ നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ 12 വോൾട്ടേജ് ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ 13 ഇപ്പോൾ ചാർജ് ആകുന്നുണ്ട്. കണ്ടോ 13.4 വോൾട്ട്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇവിടെ വോൾട്ടേജ് കൂടും. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമുക്കിവിടെ 14, 15 ആ റേഞ്ച് വോൾട്ടേജ് ഇവിടെ കാണിക്കും. ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട്. കണ്ടോ അപ്പോൾ ഈ 6 കൊണ്ട് മാറാതെ തന്നെ ചെറിയൊരു കപ്പാസിറ്റർ അപ്പോൾ തന്നെ ആ കംപ്ലൈൻറ്റ്, ചാർജിങ് കംപ്ലൈൻറ്റ് അങ്ങ് മാറിയിട്ടുണ്ട്. നമ്മൾ ആക്സിലേറ്റർ ഒന്ന് കൊടുത്ത് കാണിക്കാം. ഞാൻ ആക്സിലേറ്റർ കൊടുത്ത് കാണിക്കാം. ഇപ്പം നോർമൽ 13 വോൾട്ടേജ്, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ 13 കണ്ടോ വോൾട്ടേജ് കൂടുതലുണ്ട്, 14 വോൾട്ടേജ് വരുന്നുണ്ട്. സിമ്പിളായിട്ട് ഞാൻ ആ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. ചാർജിങ് പ്രശ്നം ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.